വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവിന്നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 പ്രകാരം കർത്താവായ ഈശോയെ അങ്ങ് വഴി നടത്തിയ ഇന്നത്തെ ഈ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നോളം ഇവരെ വളർത്തുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും കഷ്ടനഷ്ടങ്ങളിലൂടെയെല്ലാം ദൈവാനുഗ്രഹങ്ങളിലൂടെയെല്ലാം നടന്ന വഴികളെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ദിനത്തെ പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചേട്ടനെയും ചേച്ചിയെയും മക്കളെയും ഞങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇന്നത്തെ എല്ലാ പരിപാടികളും ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാകുവാനും ഇനിയുള്ളവരുടെ ജീവിതം ദൈവാനുഗ്രഹം കൊണ്ട് നിറയുവാനും കർത്താവെ അവിടുന്ന് ഇടവരുത്തണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം ഞങ്ങളുടെ മേൽ അവിടുന്ന് ഒഴുക്കണമേ. കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ഈശോയെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാ പരിപാടികളെയും ഇതിൽ പങ്കെടുക്കുന്നവരെയും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്ന വൈദികരെയും എല്ലാവരെയും ചേർത്ത് വെക്കുന്നു. ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. കർത്താവയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഭവനം അനുഗ്രഹീതമായി തീരാൻ ഇടവരുത്തിയ എല്ലാവരെയും ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.
ആശീർവദിക്കൂ ദൈവപിതാവേ, അനുഗ്രഹവർഷം നീ ചൊരിയൂ. അയോഗ്യരാമി മനുഷ്യ മക്കളിൽ അനുഗ്രഹവർഷം നീ ചൊരിയൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നല്ല ദൈവമേ, ഈ സത്സുദിനത്തിൽ
വിശുദ്ധ ബലിയുടെ നൈവേദ്യമായി ഇന്ന് വിവാഹ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ഘോഷിക്കുന്ന പടിഞ്ഞാറത്തല നാസറിനെയും ലിലിയെയും സമർപ്പിക്കട്ടെ. ഇന്നുവരെ ഇവരെ വഴി നടത്തിയ നല്ല ദൈവമേ നന്ദി പറയുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ദൈവം കൈപിടിച്ചു നടത്തിയ അവസരങ്ങളെയും ദാനമായി ദൈവം ഇവർക്ക് നൽകിയ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളെയും സ്നേഹം നൽകിയ സഹോദരി സഹോദരങ്ങളെയും ഉത്തരവാദിത്ത മേഖലകളിൽ താങ്ങും തണലുമായി നിന്നവരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗവും ഭൂമിയും ഒന്നുചേരുന്ന ഈ പരിശുദ്ധമായ ബലിയർപ്പിക്കുന്ന പിതാവിനെയും സഹവൈദികരെയും തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കട്ടെ. ഈ ആഘോഷത്തിന് വേണ്ടി അക്ഷരം നിർമ്മിച്ച ഇടവക വികാരി ഫാദർ ബെൻസിറ്റിനെയും ട്രസ്റ്റിമാരെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നാഥ, ഈ ബലിവേദിക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സർവോജ്യമായ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അവയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് നാദം സകലത്തിന്റെയും നാഥനസിദ്ധാമാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജ്ഞേയം. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്ന ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലേവ്യരുടെ പുസ്തകത്തിനുള്ള വായന അധ്യായം 25 8 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്.
എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന തേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാത്ത വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ഗ്രഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരുവുഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ
ആത്മാവോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ ഒരു വിവാഹത്തിൽ നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ അടുത്ത് കൊണ്ട് ചെല്ലുകയെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന കലവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയായി കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവരെ വിശ്വസിച്ചു. അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ താരങ്ങളായ ടീച്ചർ, എല്ലാവർക്കും ആദ്യമായി തന്നെ പുതുവത്സരത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. വിജ്ഞാനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച ഗുരുവിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ 50ാം വാർഷികം ഇന്ന് എന്നെ വിശ്വാസത്തിൻ്റെ ആദ്യങ്ങൾ പാഠങ്ങൾ പഠിപ്പിച്ച ഈ പരിശുദ്ധ ദേവാലയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുർബാന വഴി നമ്മൾ ആഘോഷിക്കുകയാണ്. ടീച്ചർക്കും ഈ ജൂബിലി വർഷത്തിന്റെ എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. 50 വർഷത്തെ ഒരു തീർത്ഥയാത്ര നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം വിജയപൂർവ്വം പൂർത്തിയാക്കുന്നു. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ ഒരു ജൂബിലി ഇയറായി പ്രഖ്യാപിച്ചപ്പോൾ പ്രത്യാശയുടെ തീർത്ഥയാത്രകരായിട്ട് നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളെ വീണ്ടും ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും ഒരു പ്രത്യാശയായി മാറണമെന്ന ഒരു പ്രഖ്യാപനത്തോടെ നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു 50 വർഷം പൂർത്തീകരിച്ച ആ തീർത്ഥയാത്ര ഒത്തിരി കൃതജ്ഞതയോടും ആനന്ദത്തോടും കൂടി നമ്മൾ ഇന്ന് ഈ യാത്രയ്ക്കകത്തെയും എഴുത്തിനോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ലോകത്ത് വിവാഹ ജീവിതവും കുടുംബജീവിതവും എപ്രകാരം മുന്നോട്ട് പോകണമെന്ന ഒരു പുതിയ സന്ദേശമായിട്ട് ഒരു പക്ഷെ നമുക്കിതിനെ കാണാൻ സാധിക്കും. അമ്പത് വർഷം ഒരു ജീവിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ, വിശ്വസ്തതയുടെ, ആത്മാർത്ഥതയുടെ, സ്നേഹത്തിൻ്റെ
ഒരു അടയാളമാണ്. ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എങ്ങനെ വളരെ ഭംഗിയായിട്ട് കൈകൾ കോർത്ത് പിടിച്ച് ആ വിശ്വസ്തതയും സ്നേഹവും ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു വലിയ സന്ദേശം ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ചേട്ടനും ലിലി ടീച്ചർക്കും ഒത്തിരിയേറെ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത്ര വളരെ സന്തോഷകരമായിട്ട് ഈ 50 വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്നുള്ളത്. ആ ഷെയറിങ് ഞങ്ങൾ തരുന്നിടത്തോളം ഇന്നത്തെ ഈ സുവിശേഷ സന്ദേശം അവരാണ് നമുക്ക് തരേണ്ടിയിരുന്നത്. നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, വിവാഹ ജീവിതത്തെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമില്ല. ഇന്നത്തെ വായനകളെല്ലാം തന്നെ ആ സ്നേഹത്തെ പ്രതി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ വായനയിൽ ജൂബിലി വർഷത്തെ പ്രതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ജൂബിലി? സ്നേഹത്തെ റീഡിസ്കവർ ചെയ്യുക, വീണ്ടും കണ്ടെത്തുക എന്നുള്ളതാണ് ജൂബിലി വർഷത്തിന്റെ ഒരു വലിയ സന്ദേശം. വർഷങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾ ആ സ്നേഹത്തിന്റെ പവിത്രതയെ ഒരു പക്ഷേ അതിന് ഒരു കറപറ്റുന്നത് പോലെ തോന്നും. അങ്ങനെയുള്ള ആ ജീവിതയാത്രയിൽ ജൂബിലി വരുമ്പോൾ ആ സ്നേഹത്തിന്റെ പവിത്രതയെ വീണ്ടെടുക്കുക, പുനരുദ്ധരിക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ വെച്ച് ഈ സ്നേഹത്തിന്റെ പരിശുദ്ധിയെ നമ്മൾ വീണ്ടും ഇവിടെ കണ്ടുമുട്ടുമ്പോൾ നമുക്കും ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ട് ആയ ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നത്. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കുക, തിരിച്ചെടുക്കുക, ഒരു പുതിയ ആരംഭം. അത് ദൈവസ്നേഹത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിന്നാവണം എന്ന് ആദ്യത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ സ്നേഹത്തിന്റെ വലിയ പരിഭാഷയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് സ്നേഹം? സ്നേഹം എന്നുള്ളതൊരു വികാരമല്ല. അതിനപ്പുറമായിട്ട് സ്നേഹത്തിന്റെ ഒത്തിരിയേറെ നല്ല വശങ്ങളുണ്ട്. അത് ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, ക്ഷമിക്കുന്നു, സഹിക്കുന്നു, അതിജീവിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു. അവിടെ സ്വാർത്ഥതയില്ല, അവിടെ വേറെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കളങ്കങ്ങളില്ല. അങ്ങനെയൊരു സ്നേഹത്തിന്റെ ഒരു പരിപൂർണതയുടെ ഒരു പരിഭാഷ വിശുദ്ധ പൗലോസ്ലീഹ ഇത് നമുക്ക് തരുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷത്തിലും ആ സ്നേഹം അനുഭവിക്കുക, അതിനെ ആ സ്നേഹത്തിന്റെ ഓരോ അടയാളമാക്കി മാറ്റുക എന്നുള്ളത്, ഓരോ പ്രതിസന്ധിയിലും ഓരോ വെല്ലുവിളിയിലും ആ സ്നേഹം നമ്മളെ മുന്നോട്ട് സന്തോഷത്തോടെ നയിക്കുക എന്നുള്ളതിന്റെ ഒരു വലിയ സന്ദേശം. അത് ഇന്ന് നമ്മുടെ ഈ വലിയ ലാസറിയാട്ടിന്റെ ഈ ടീച്ചറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരത്തിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കും. എപ്രകാരമാണ് ഔസേപിതാവും പരിശുദ്ധ അമ്മയും യേശുവും ആ കുടുംബത്തെ സ്നേഹത്തിന്റെ കുടുംബമാക്കി മാറ്റിയത്, പരിശുദ്ധിയുടെ കുടുംബമാക്കി മാറ്റിയത്. ഔസേപിതാവിന്റെ നിശബ്ദമായ, എല്ലാം സഹിക്കുന്ന, എന്നാൽ എല്ലാം പൂർത്തീകരിക്കുന്ന ഒരു വലിയ വിശ്വാസ രൂപം. ദൈവത്തിന്റെ ഇടപെടലുകൾ അറിയാതെ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അത് ദൈവത്തിൻ്റെതായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ്.
എത്രയേറെ കഷ്ടപ്പാടുകൾ, എത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും സ്വപ്നത്തിൽ കാണുന്ന ആ സന്ദേശം പോലും ദൈവികതമാണെന്ന് മനസ്സിലാക്കി അത് പൂർത്തീകരിക്കാൻ സമർപ്പിതനാകുന്ന അവസരത്തിലാകും. ദൈവത്തിന്റെ മുമ്പിൽ ഇതാ ഞാൻ കർത്താവ് ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച അമ്മ കാൽവരിയുടെ ആ മുകളിൽ പോലും ആ സമർപ്പണത്തെ മാറ്റിക്കളയുന്നില്ല. കാൽവരിയുടെ മുകളിൽ പോലും ഇതെല്ലാം മാത്രം തയ്യാറാകുന്ന പരിശുദ്ധ അമ്മ. അങ്ങനെയാണ് ആ രക്ഷകര പദ്ധതിയുടെ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഈ പരിശുദ്ധ കുടുംബം നമുക്കൊരു മാതൃകയായിട്ട് മാറുന്നത്. ഗ്യാരി ചാപ്പമാൻ എന്ന് പറഞ്ഞൊരു ലേഖകൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ 5 ലവ് ലാംഗ്വേജസ്, 5 സ്നേഹത്തിന്റെ ഭാഷകൾ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് വൈവാഹിക ജീവിതത്തെ സന്തോഷകരമായിട്ട് ഒരു വിജയത്തിന്റെ ഒരു ജീവിതമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു വലിയ സന്ദേശമാണ് അതിലൂടെ തരുന്നത്. എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ ടാങ്ക് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ. ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ടാങ്ക് ഉണ്ട്, പെട്രോൾ ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്നേഹത്തിന്റെ ഒരു വലിയ ടാങ്ക്. എപ്പോഴും അതിൽ സ്നേഹം നിറഞ്ഞിരിക്കണം, ആ സ്നേഹം എല്ലാവർക്കും ലഭ്യമാക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം. എങ്ങനെയാണ് ആ സ്നേഹം ആ ടാങ്കിൽ നിറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ വലിയ ഒരു 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത് വൈകാരിക ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും ഒരു പിതാവ് അത് കുടുംബത്തിൽ വരുന്ന ഒരു പ്രോത്സാഹനത്തിൻ്റെതായിട്ടാണ്. അവിടെ ആ സ്നേഹത്തിന്റെ ടാങ്ക് ശരിയായ രീതിയിൽ നടന്നിട്ടില്ല, അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിനൊക്കെ ഓരോ എക്സ്പ്രഷൻസ് എവിടേക്ക് കുഞ്ഞു മക്കൾക്ക് കിട്ടുന്നു അവരത് പ്രകടമാക്കുന്നു. അപ്പോൾ കുടുംബത്തിൽ വളരുന്ന സ്നേഹം, ആ സന്തോഷം, ആ സഹകരണം, ആ വ്യക്തിത്വ നിർമ്മാണം അത് ഭംഗിയായി നടക്കുന്നുവെങ്കിൽ നമ്മുടെ സമൂഹവും നമ്മുടെ സഭയുമെല്ലാം ഭംഗിയായിട്ട് വളരും. അപ്പോൾ ഈ വിവാഹ വാർഷികം 50-ാം ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ അവർ ഇതുപോലെ നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടായിരിക്കാം അവരുടെ മക്കൾക്ക് ഇതുപോലെ വളരാൻ സാധിച്ചത്. ഇവിടെയുള്ളത് ഓരോ കുടുംബത്തിൽ മക്കൾ വളർന്നു വരാൻ സാധിക്കുന്നത് ഇനി ഇതുപോലെ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഓരോ കുടുംബത്തിൽ ഇതുപോലെ ആ സ്നേഹത്തിന്റെ വലിയൊരു ടാങ്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും എല്ലാം നമുക്ക് നല്ലൊരു മക്കളെ കിട്ടുന്നു, നമ്മുടെ രാജ്യം നന്നാകുന്നു, സമൂഹം നന്നാകുന്നു, സഭ വളരുന്നു. അപ്പോൾ ഇങ്ങനെ ആ സ്നേഹത്തിന്റെ 5 ഭാഷകൾ നമ്മൾ സംക്ഷിപ്തമായി പറയുകയായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും പരസ്പര ധാരണയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ വലിയ ദൗത്യം, ദൈവം തന്നിരിക്കുന്ന ദൗത്യം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലൂടെ മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന്റെ, ആശ്വാസത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഒരു ധാരയായിട്ട് മാറുന്നു. ഇതുപോലെ നമ്മുടെ ഓരോ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ശാസ്ത്രീയായിട്ടും ടീച്ചർക്കും ഈ വാർഷികത്തിന്റെ നല്ല അനുമോദനങ്ങൾ തരുന്നു. നിങ്ങളുടെ ഈ ജീവിത യാത്ര വഴി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും പരസ്പരം കാണുവാനും അതോടൊപ്പം തന്നെ സേവിക്കുവാനും ഇങ്ങനെയൊരു വചനം കേൾക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഈ എല്ലായ്പ്പോഴും ടീച്ചറിന്റെ കുടുംബത്തെ ഓർക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ ദൈവം വളരെ അധികം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ മറ്റുള്ളവർക്ക് വളരെ അനുഗ്രഹത്തിന്റെ, ആശ്വാസത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഒരു ധാരിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ദൈവിക ജീവനുകളെ പങ്കുകാരാക്കുവാൻ അങ്ങേയത്തിൽ കുമാരൻ നൽകിയിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും നിത്യമാനായ അവസരത്തിനോടും വീണ്ടും
ഭാര്യമാരോടൊന്ന് ചേർന്ന് ഞങ്ങളുടെ ദൈവപൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശിരാവതനാകാനും യുവമകൃതമായ വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ഥലത്തിന്റെ നാഥായേക്കും നമ്മുടെ പാപങ്ങളുടെ മാറി ചെയ്യട്ടെ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സകലത്തെയും സൃഷ്ടാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതൻ, ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിനാസ്തികാന്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി കരക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി പിതാവിനെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സകലാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവർ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നതിനെ ഞങ്ങൾ പ്രകീർത്തിക്കുകയും സദൈവത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എനിക്കായി മുറിവേറ്റ നിൻ ശരീരം
രേഖപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ രാജാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സുത്യർവും പരിശുദ്ധവും ജീവിതമായും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിന് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മകനീയ കൃതത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കണമെന്നവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Amen.
ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ
അത് മാത്രമായി പറയുന്നു. 72ാമത്തെ വിഭാഗ വാർഷികം ആചരിച്ച് 3 വർഷത്തിലാണ്. 22 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് അത് 2 കൊല്ലം ശർമ്മേരിയ ഇന്ന് വെച്ചത് ഒരു വിശ്വസ്തത ഇതാണ് നമ്മുടെ പ്രത്യേകത. പ്രത്യേകിച്ച് കേരളത്തിലെ ദാമ്പത്യ വിശ്വസ്തത ലോകം മുഴുവൻ പ്രശസ്തമാണ്. ലോകങ്ങളെ ഉണ്ടായാലും അതിൽ അംഗീകരിച്ചുകൊണ്ട് കർത്താവിന് ചേർന്ന് ദാമ്പത്യ വിശ്വസ്തത പാലിക്കുന്നതിൽ നാശവും ടീച്ചറും വിജയിച്ചിട്ടുണ്ട്. എനിക്കൊരു നിയമം അമ്മയുടെ സ്വാഗതം വഹിക്കാൻ ചോദിക്കുക. എനിക്ക് തോന്നിയ ആശയങ്ങൾ സൂചിക്കുകയാണ്. 2 വയസ്സാകുന്ന എൻ്റെ ജീവിതത്തിൽ പറയുന്നത് അത് ഫാമിലി ജീവിതം ശ്രമിക്കുക. പ്രധാനങ്ങളായില്ല അച്ഛൻ നാരായണ പട്ടിക്ക് കൂട്ടുകളിലൂടെ മതി പറയുന്നത് 2 ദിവസം മതി നിങ്ങൾ പറഞ്ഞു പറയാം. കാലമായിട്ട് സൃഷ്ടിക്കുകയും ശ്വാസവും നമ്മൾ വേറെ കാലത്തിൽ അപ്പം ഞങ്ങൾ തീരുമാനിക്കുക. അവർക്ക് ഉപയോഗം ഉണ്ടാകുന്ന തീരുമാനിക്കുക. മക്കളെ ഏറ്റെടുക്കുകയും അപ്പനും വീട്ടിലും അതുപോലെ ഉണ്ടായിരുന്നു. അതൊരു ശക്തിയാണ്. അതുകൊണ്ട് ആ വിശ്വസതയിൽ വിജയിച്ച നാസറും വിജയിച്ചതും എൻ്റെ പേരിൽ ആശംസ നേരുന്നു. അച്ഛന്മാരെ, പ്രിയപ്പെട്ട നാസർ എലക്ക് ഞങ്ങളെ വിളിക്കാനായിട്ട് എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ? ഞാനെങ്ങനെ വിളിക്കാറ് നാസർ എലക്കനും അതുപോലെ ടീച്ചറും. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. കുടുംബക്കാരല്ലെങ്കിലും ബാക്കി എല്ലാവരെയും നാട്ടുകാരൊക്കെ പ്രിയപ്പെട്ടതാണ് നാസർ എലക്കൻ. ഞാനും എലക്കൻ തന്നെ വിളിക്കാറ്. കാരണം എൻ്റെ അപ്പൻ്റെ പ്രായത്തിനേക്കാൾ പ്രായം ഉണ്ടെങ്കിലും ആ പേരിനെ അയലക്കനോട് വിളിക്ക് വലിയൊരു സ്നേഹമുണ്ട്, എല്ലാവരുടെയും ബഹുമാനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഓർമ്മകളായതുകൊണ്ട് ഞാൻ 3 വർഷവും 41 ദിവസവും ഞാനിവിടെ വികാരിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തിരിച്ച് കോവിഡിൻ്റെ സമയത്തുമൊക്കെ ഇവിടെ ഒരു വികാരി എന്ന നിലയിൽ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്തൊക്കെ ഒരു നല്ലൊരു മകനെ പോലെയും എന്നാൽ ആത്മീയ പിതാവിൻ്റെ വേണ്ടത്ര ബഹുമാനമൊക്കെ തന്നു തന്നെ മകനെ പോലെ കരുതിയിട്ടുണ്ട്. അച്ഛന്മാരെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. ഏത് കാര്യം പറഞ്ഞാൽ നോ എന്നൊരു വാക്ക് എല്ലാ സ്ഥലത്തും പറയാറില്ല എന്നുള്ളതാണ്. അച്ഛൻ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഇവിടെ ഈ ചൊവ്വാഴ്ചയിൽ വൈകുന്നേരമാണ് കുർബാന. അപ്പോൾ ഞാൻ 2 കാരണന്മാരെ നോക്കി വെച്ചിട്ടുണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിപ്പണിയുടെ സമയത്ത്. അതിലൊന്ന് സക്രാരിയാണ്, 2 കുംഭസാരക്കൂടാണ്. 2 ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണം ഓൾറെഡി നമ്മുടെ ബലിപീഠം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചൊവ്വാഴ്ച നമ്മുടെ ഒരു കാരണവരോട് പറഞ്ഞ് ഞാൻ സക്രാരി ഒരെണ്ണം തരണം, അത് കാരണന്മാർ തന്നാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ മൂത്ത കാരണവരോട് ഞാൻ പറഞ്ഞു, അതായത് നിങ്ങൾക്കറിയാം. അടുത്ത കാരണവർ അടുത്ത ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞത് അത് കാരണന്മാർ തന്നാൽ ഇത് ശരിയാവുള്ളൂ, കുംഭസാരക്കൂട് വേണം, അത് തേക്കിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ആള് ഉടനെ അന്ന് വീട് പണിക്ക് വേണ്ടി എന്തൊക്കെയോ തേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സത്യത്തിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആദ്യം കുംഭസാരക്കൂടെ പറഞ്ഞു. എന്നിട്ട് പോരാത്ത തേക്കും വാങ്ങിച്ച് അത് ഏറ്റവും ഭംഗിയാക്കിയിട്ട് എന്ന് പറഞ്ഞ ഒരു ദിവസം അച്ഛൻ ആ സാധനം റെഡിയായിട്ടുണ്ട്, അച്ഛൻ എപ്പോഴൊന്ന് ചെറുക്കൊണ്ടുപോക്കോ ഒന്ന് വന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. ഏത് കാര്യം പറഞ്ഞാലും പ്രത്യേകിച്ച് വലിയ ചേച്ചിയുടെ വലിയ സ്നേഹം പാചകത്തിലൂടെ നല്ല ഭക്ഷണത്തിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. നോമ്പുകാലാണെങ്കിൽ നോമ്പുകാലത്തിൻ്റെ സ്പെഷ്യൽ, നോമ്പല്ലാത്ത കാലത്തിൽ അതിൻ്റെ സ്പെഷ്യൽ എന്നുള്ളതാണ്. അത് വലിയ കരുതലോടുകൂടി ഇങ്ങനെ മിക്കവാറും ആഴ്ചകളൊക്കെ കൊണ്ടുവരുന്നുള്ളതാണ്. വലിയ നല്ല ഓർമ്മകളായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രദേശത്തുള്ള എല്ലാവർക്കും നാസ്റ്റിലെ കുറിച്ച് നല്ല തന്നെയാണ് പറയാനുള്ളത്. ഈ റെഗുവയിൽ തൻ്റെ പ്രിയപുത്രിയായ സാറയും തോബിയാസിൻ്റെ കൂടെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. 2 പേരുടെയും ശിരസിൽ കഴിച്ച് നിങ്ങളെക്കുറിച്ച് ഇന്നും നല്ലത് കേൾക്കാനിടവരട്ടെ. ഈ 50 വർഷവും നിങ്ങൾ
നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം കേൾപ്പിച്ച് ജീവിച്ചവരാണ്. ദൈവത്തിന് നന്ദി പറയാൻ ഇനിയും ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് സ്നേഹത്തോടെയും ഒരുമയോടെയും കൂട്ടായ്മയിലും ഈ സമൂഹത്തിന് മുഴുവനും നല്ല വിശ്വാസത്തിന്റെ മാതൃകയായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹോദാപിതാവേ, ഒറ്റനേരികളെ, സിസ്റ്റേഴ്സ്, ഇടവകാരങ്ങളെ, ടീച്ചർ, ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഉപദേശം പറയാനും നിങ്ങളെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ്? അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് 50ാം വിവാഹ വാർഷികമേ, കുറേ തിരക്കുകളുടെ കൂടി വന്നപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഒത്തിരി എന്നെ സഹായിച്ചിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേരാണ് ഇവർ. ഈ തോന്നുക തറവാട്ടിൽ ഞാനായിരുന്ന സമയത്ത് പലപ്പോഴും കൂടിക്കളിച്ചിരുന്ന സമയമൊക്കെ അവിടെ നിന്നും വളർന്ന് സെമിനാരിൽ പോകുന്നതിന് മുൻപ് പോലും ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പോകുകയാണെന്ന് പറയുമ്പോഴും ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ട്. KTC ടീച്ചറായിരുന്നു. ലാസ്റേട്ടനാണെങ്കിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാറ്. ഞാനിവിടെ പ്രസംഗം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കാറില്ല ലാസ്റേട്ടനെ ഓർത്തിക്കുക. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ലാസ്റേട്ടനെ ഓർത്ത് എക്സ്പ്രഷൻസ് കാണാൻ പറ്റും. അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു. എല്ലാ രീതിയിലും അവസാന പഠനത്തിന്റെ സമയത്തും ഒക്കെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നായിരിക്കുക. മറ്റുള്ളവരോട് പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. നിങ്ങൾ കഴിഞ്ഞ 50 വർഷം ഭംഗിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മാതൃകാ ദമ്പതികളായിരുന്നു. തീർച്ചയായിട്ടും നല്ല ഒരുപാട് പേര് നിങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കരുതലും സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഒത്തിരി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവസന്നിധിയുടെ വാരത്തിലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്, നിങ്ങളോട് നന്ദി പറയാണ്. ഇനിയുള്ള ദിവസങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റട്ടെ. എല്ലാവരും നമ്മളുടെ പ്രാർത്ഥനകൾ സ്നേഹത്തോടുകൂടി ദൈവം നിങ്ങളെ സ്വന്തമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നടന്നിട്ടുള്ള ഫോട്ടോ സെഷനാണ്. എല്ലാവരും ലാസ്റ്റിനെ കുറിച്ചും ടീച്ചറെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് വളരെയേറെ പറയാനായിട്ടുള്ളത് വളരെ അച്ഛന്മാരുടെ കുറേ കൺസേണുകൾ കൊണ്ടാണ്. ഈ ഒരു ദിവസങ്ങളിൽ ടീച്ചറോട് പറയുന്നത് അച്ഛൻ്റെ അമ്മേനെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അച്ഛനെ മാത്രമല്ല വീട്ടുകാരെ കുറിച്ചില്ല, അറിയാത്ത അമ്മയെ കുറിച്ച് പോലുള്ള ഒരു കൺസേണാണ്. അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ് കുടുംബത്തോടെ ലോകാനന്ദങ്ങൾ ഒരുമിച്ച് എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് വന്നവർ 50 വർഷം ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ ജീവിച്ചു എന്നുള്ളൊരു വലിയൊരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ആയിരം നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ആദ്യമായി 50 വർഷം ഇവിടെ വരെ കൊണ്ടെത്തിച്ച സർവശക്തനായ ദൈവത്തിന് കൃതജ്ഞതയും ആരാധനയും എന്താ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹമൊക്കെ ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വമുള്ള ജോലിത്തിരക്കുകളാണ് വൈദ്യുതർക്കുള്ളതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഓരോ പദവിയും കൂടുന്തോറും ഉത്തരവാദിത്വം കൂടി വരുന്ന അനുഭവത്തിൽ കൂടെ എനിക്കും കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഒരു വൈദികനാവുക, അതിലൊരു ബിഷപ്പാകുക, അതിൻ്റേതായ ഇത്രയും വലിയ ഭാരിച്ച കൃത്യനിർവഹണത്തിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ദീപം അർപ്പിച്ച് അനുഗ്രഹങ്ങളും ആശീസ്സുകളൊക്കെ തന്ന അഭിവന്യ മാർ പിതാവ് വിൻസെന്റ് നെല്ലായിപ്പറമ്പൽ പിതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിതാവ് പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ അടി മേടിച്ച് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ആ കാലഘട്ടത്തിൽ അടിയുടെ ആളായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടി ചിലപ്പോൾ കിട്ടിക്കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും വലിയ പരിചയത്തിൽ നിന്ന് പ്രായമായെങ്കിലും ജോർജ് മംഗലനച്ഛനും സിനോരൂപമംഗലച്ഛനും ജോമോനച്ഛനും അതുപോലെ +1 +2 കേറ്റീസം ആൻസനച്ഛനും എടുത്തിട്ടുണ്ട്.
പിന്നെ അത് കൂടാതെ ഞങ്ങൾ വീട്ടുകാരായിട്ടും കുടുംബമായിട്ടൊക്കെ ഞങ്ങളുടെ മക്കളെ പോലെ നടന്നവരാണ് അവരെല്ലാവരും. അപ്പം എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ വലിയ വഴിയിൽ നന്ദി രേഖ. ദാമ്പത്യബന്ധം ദൈവത്തിന്റെ കരുണയാൽ എഴുതപ്പെട്ട മനോഹരമായ ഒരു കാവ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 50 വർഷങ്ങളോളം ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും എല്ലാ സമയങ്ങളിലും ഇവർ പരസ്പരം താങ്ങും തണലുമായി വർദ്ധിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്തിന്റെ ഈ നിമിഷങ്ങളിൽ തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഫംഗ്ഷൻ ആരംഭിക്കാം. അനുഗ്രഹീത വിശുദ്ധബലി അർപ്പിച്ച് ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച മാർ വിൻസെന്റ് നെല്ലായപ്പറമ്പൽ പിതാവിനും അതുപോലെ തന്നെ ഇവർക്ക് ആശംസകൾ അർപ്പിച്ച ജോർജ് മംഗലനച്ഛനും സിനു അരിബുപറമ്പിൽ അച്ഛനും ആൻസൺ കോഴിക്കാടൻ അച്ഛനും ഇവരുടെ വികാരി ഫാദർ ബെൻസി ചിന്നാനച്ഛനും ആദ്യമേ തന്നെ ഞങ്ങളുടെ ഇവരുടെ ആബ്സെൻസിൽ ഹാർദവമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ മംഗളകരമായ ചടങ്ങുകൾക്ക് പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കാനെത്തിയ
തൊട്ടിപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറായ ശ്രുതി ശിവപ്രസാദിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തൊട്ടിപ്പാൾ KSUPS സ്കൂൾ മാനേജർ പി രാമനാഥൻ അവരുടെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ കുടുംബത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി തൊട്ടിപ്പാൾ KSUPS സ്കൂളിലെ HM സുനിജ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഈ കുടുംബത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ ഫിലോ, സിസ്റ്റർ ഫ്ലവററ്റ്. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും വിഷമഘട്ടങ്ങളിലും ടീച്ചേഴ്സ്, ബന്ധുമിത്രാദികൾ, ഫ്രണ്ട്സ്, കസിൻസ്, ഇന്നത്തെ മംഗളകരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ആത്മാർത്ഥതയോടെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വരാൻ സാധിക്കാത്ത ഞങ്ങളുടെ കുടുംബത്തിലെ കസിൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കൊച്ചുമക്കള് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. അവർക്കും ഞങ്ങളുടെ ഹാർദവമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. സങ്കീർത്തനം 128:3 പറയുന്നു. വിവാഹം എന്നാൽ 2 ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ ഒന്നിച്ചു ചേരൽ കൂടിയാണ്. അതെ, 50 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 5, 1975 തൊട്ടിപ്പാൾ പടിഞ്ഞാറത്തറ തോമൻ മറിയം ദമ്പതികളുടെ മക്കൾ മത്തായി, പൗലോസ്, ഇത്യാര, റോസി, ലാസർ, മേരി, എൽസി ആൻഡ് സിസ്റ്റർ ഫിലോ, ഈ 8 മക്കളിൽ 5ാമത്തെ മകൻ ലാസറും അഴകത്ത് കാവുങ്ങൽ വാറുണ്ണി ഏലിക്കുട്ടിയ ദമ്പതികളിൽ ലില്ലി, വർഗീസ്, ഡെയ്സി, ജോയ്, സെലിൻ, പോൾ, സിൽവി, ബാബു, ഷാജി 9 മക്കളിൽ മൂത്ത മകൾ ലില്ലിയും തമ്മിലുള്ള വിവാഹത്തിലൂടെ ഈ 2 ഒന്നായി ചേർന്നു. ഇവരുടെ ജീവിതത്തിൽ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം, അന്ന് ഈ 50 വർഷം ഇവരുടെ വിവാഹ ദിനം ഇവർക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പോ ഞങ്ങൾ സമയം തരാം, അത് ഞങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുള്ളൂ എന്ന് വിചാരിച്ചത്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ വസന്തം വിരിയിച്ചുകൊണ്ട് 2 കൺമണികൾ ജന്മമെടുത്തു. അതിലെ ആദ്യത്തെ പൊന്നോമന മകൻ ലിജോയ് തോമസ് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ലിജുവിന്റെ ജനനം. വേറൊരു പ്രത്യേകത, ഈ വർഷം അവസാനം തന്നെയാണ് അവന്റെയും 50ാം പിറന്നാൾ. അതുപോലെ തന്നെ 2ാമത്തെ മണി ലിറ്റി മോൾ എന്ന് ഞങ്ങൾ വിളിക്കും, ലിറ്റി മണി. ഈ 2 മക്കളുടെ മധുരം നുകരാൻ എത്തിയ വണ്ടുകളാണ് ലിറ്റിയുടെ ജോസഫും ലിജുവിന്റെ ദിവ്യയും. ഈ പൂന്തോട്ടത്തിലെ പൂമാറ്റകളാണ് ജോയൽ, ഗ്ലോറി, ആരോൺ ലിജോയ് ആൻഡ് ഏഡൻ ലിജോയ്. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതുപോലെ ഒരു നല്ല ക്രൈസ്തവ കുടുംബം ആകാശമോക്ഷത്തിന്റെ ചെറിയ പതിപ്പാണ്. അത് ദൈവത്തിന്റെ കരങ്ങളിൽ ആ പരിപാലനയിൽ വളർന്ന മനോഹരമായ ഒരു കുടുംബം. ഇവരാകുന്ന ഭവനം അത് പണിതത് കർത്താവാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സുദൃഢമായത്. ഞങ്ങൾക്കും ഏറെ ഞങ്ങളുടെ, എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയണമെങ്കിൽ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് ദാസർച്ചൻ. ഞങ്ങളുടെ അമ്മ വീടാണ് ഈ തൊട്ടിപ്പാൾ ഭവനം. ഞങ്ങളുടെ മനസ്സിൽ എന്നും ഞങ്ങളുടെ കുട്ടിക്കാലം, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മധുര ഓർമ്മകൾ നിറഞ്ഞൊരു കാലമാണ് നമ്മുടെ കുട്ടിക്കാലം, അതുപോലെ നമ്മുടെ കൗമാരകാലം. അപ്പൊ ഞങ്ങൾക്കും എന്നും ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട ഒരു വലിയൊരു
നഷ്ടപ്പെട്ട അവസരമാണത്. പക്ഷെ ഞങ്ങളുടെ കാലങ്ങളിൽ എന്നും ഞങ്ങൾ ഓർക്കുന്ന ആ ഒരു കാലം, ഞങ്ങൾ കുറച്ചധികം ഈ 8 മക്കളുണ്ടല്ലോ, അപ്പൊ അവരുടെ കുട്ടികളൊക്കെ കൂടുമ്പോൾ ഏകദേശം ഒരു 2 ഡസനോളം വരും. അപ്പോ ഞങ്ങളുടെ ഒരു പറുദീസയായിരുന്നു ഞങ്ങളുടെ അമ്മ വീട്. അത് വെറുതെ ഭംഗിവാക്കായി പറയല്ല, പറയാൻ ഒത്തിരി ഉണ്ട്. ആ പറുദീസയിലെ ഒരു ഏതൻ തോട്ടം പോലെയായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരുമ്പോ. കാരണം ഞങ്ങളുടെ അപ്പാപ്പൻ നല്ലൊരു കർഷകനായിരുന്നല്ലോ. അപ്പൊ അപ്പാപ്പൻ എല്ലാവിധ പഴങ്ങള്, ഫലങ്ങള്, കായ്കള് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് വന്ന പലതരത്തിലുള്ള മാങ്ങകള്, പല കളറിലുള്ള മാമ്പഴം, അതുപോലെ നെല്ലിക്കാപ്പുളി, ചാമ്പയ്ക്ക, ലൂപ്പിക്ക, കൊടപ്പുളി, പിന്നെ നെല്ലിപ്പഴം, അങ്ങനെ ഞങ്ങളുടെ മനസ്സിലെ ഒരു ഏതോട്ടായിരുന്നു ഞങ്ങളുടെ അമ്മ വീട്. ആത്മാർത്ഥമായി അവരെ ആശ്ലേഷിക്കുന്നതിനും അവർക്ക് മംഗളം നേരുന്നതിനും ഇനിയും വളരെ കാലം ഇതേപോലെ ജീവിതം സുഗമമാക്കി പോകുന്നതിനുമുള്ള സന്ദേശവുമായാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. 50 വർഷം അവർ യോജിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നുള്ള ചെറുപ്പക്കാരൊരു കാര്യം ആലോചിക്കുക. ഇന്ന് വിവാഹം കഴിഞ്ഞാൽ 1 മാസം 2 മാസം പരമാവധി 2 കൊല്ലം. 100 വിവാഹങ്ങൾ കഴിഞ്ഞാൽ അതിൽ 5 എണ്ണം മാത്രമേ ഇതുപോലെ 50 വർഷം കൊണ്ടാടാനുള്ള
അവസരം കിട്ടുന്നവരുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എല്ലാവരും വിദ്യാഭ്യാസ യോഗ്യരായി ആർക്കും ആരെയും അനുസരിക്കേണ്ട, ബഹുമാനിക്കേണ്ട. ഭാര്യയും ഭർത്താവും ജോലിക്കാരൻ, ഭർത്താവിനെ ഭാര്യ അനുസരിക്കില്ല, ഭർത്താവ് ഭാര്യ അനുസരിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും തിരിച്ചറിയാത്തൊരു കാലമാണ് ഈ മൊബൈൽ യുഗത്തിൽ. അങ്ങനെയുള്ള യുഗത്തിൽ 50 വർഷം സുഗമമായി പോകാൻ ദൈവം അവർക്ക് വഴിയൊരുക്കി തന്നത് നമ്മൾക്കും കൂടി ഒരു അനുഗ്രഹമാണ്. ഇനിയും ഒരു നല്ല ആയുസ്സാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ശരി. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ലാസറേറ്റിൻ്റെയും ടീച്ചറുടെയും വിവാഹ വാർഷികമാകുന്നത് 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ തുടർന്ന് അങ്ങോട്ടും ഇതേപോലെ തന്നെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു ജീവിതം ഞാൻ ആശംസിക്കുകയാണ്. അതിന് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാസറേറ്റിൻ്റെയും പ്രിയ ലിലി ടീച്ചറുടെയും 50ാം വിവാഹ വാർഷിക സുദിനമാണ്. ഈ ഒരു സുദിനത്തിൽ അവരും ഞങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ ചാലിച്ച അനുഭവങ്ങൾ ചിലത് ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ലാസറേറ്റൻ ഞങ്ങളുടെ സ്കൂൾ സംഘം പ്രസിഡൻ്റാണ്. സ്കൂൾ സംബന്ധമായ പല കാര്യങ്ങൾക്കും വിദ്യാലയത്തിലൊക്കെ വരുമ്പോൾ അവരുടെ ഒരു കുടുംബത്തിലെ അംഗമെന്ന പോലെയാണ് എന്നോടും എൻ്റെ സഹ അധ്യാപകരോടൊക്കെ ലാസറേറ്റൻ പെരുമാറിയിരുന്നു. അതുപോലെ ലിലി ടീച്ചർ പ്രധാനാധ്യാപികയായിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ സർവീസിൽ കയറിയത്. ടീച്ചറുടെ കീഴിൽ വളരെയധികം വർഷങ്ങൾ എനിക്ക് അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞു. ആ പ്രധാന അധ്യാപികയായിരുന്നപ്പോഴൊക്കെ ടീച്ചർ വളരെ സ്നേഹത്തോടുകൂടി, നമുക്ക് പ്രധാന അധ്യാപിക ഒരു ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ട്, പക്ഷേ ടീച്ചർ ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എന്നെ മാത്രമല്ല ബാക്കി എല്ലാ സഹാധ്യാപകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ഒത്തൊരുമയോടുകൂടി ഞങ്ങൾക്ക് സർവീസിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു. സാഹിത്യകാരനായ G.K. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു കവി ഒരിക്കൽ പറയുകയുണ്ടായി, ദ ബെസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ് എന്ന്. എനിക്ക് ചേട്ടനെയും ചേച്ചിയെയും കുറിച്ച് പറയാനുള്ളത് ഇത് തന്നെയാണ്. 50 വർഷം ദൈവം കൊടുത്ത ഒരുപാട് നന്മകൾ, കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കുവാനും സ്നേഹിക്കുവാനും ജീവിക്കുവാനും ദൈവം 50 വർഷം വരെ ഒരുമിച്ച് അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദി. ഇനിയുള്ള കാലവും ഈ ദൈവം കൊടുത്ത ഈ കഴിവുകൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹകരിപ്പിക്കാനും സഹായിക്കാനുമുള്ള ആ നല്ല മനസ്സ് ഇനിയും അച്ചേട്ടന് ചേച്ചിക്കും ധാരാളമായി ഉണ്ടാകും. ഈ അവസരത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചെറുപ്പം മുതൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഇവരുടെ വിവരണമാണ്. ലിജി ടീച്ചറും ലാസർ ചേട്ടനും അവരുടെ ബന്ധത്തിലുള്ള ഒരാളാണ് പുരുഷോത്തമൻ മാഷ്. ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. സന്തോഷത്തിന് കാരണം
പ്രളയം എന്ന മഹാമാരി, അതുപോലെ തന്നെ കൊറോണ വൈറസിനെയൊക്കെ അതിജീവിച്ചാണ് ഈ 50-ാം വർഷത്തിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്നതാണ് പ്രധാന സന്തോഷം. 50 വർഷങ്ങൾക്ക് മുൻപ് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അളിയൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. 1-ാമത്തെ ആള് ചേച്ചിയും 9-ാമത്തെ ആളാണ് ഞാൻ. ഇപ്പൊ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ചെറുപ്പക്കാരിയൊക്കെ ആയിട്ട് സുന്ദരിയായിട്ട് ഇരിക്കുന്നത്, ഞാൻ നിറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ളത്. അന്ന് തുടങ്ങി ഈ 50 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രധാന വിശേഷങ്ങൾ, അതായത് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിവാഹങ്ങൾ, അപ്പൻ്റെയും അമ്മയുടെയും മരണം, അവരുടെ ആശുപത്രിവാസം എന്നീ നിർണായക ഘട്ടങ്ങളിലെല്ലാം ഒരു ഉരുക്കുകോട്ട പോലെ ഞങ്ങളുടെ മുൻപിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് അളിയൻ. അപ്പോൾ ഒരു ആശംസ എന്നതിലുപരിയായിട്ട് ഒരു നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. അളിയ പ്രത്യേക നന്ദി ഞങ്ങളുടെ കാവുങ്കൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞങ്ങൾ നൽകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്നെ തന്നെ പ്രത്യേകം പരിചയം ഉണ്ടാവില്ല എനിക്കറിയാം. ഏതാണ്ട് ഒരു 15 വർഷക്കാലത്ത് പരിചയം മാത്രമേ ഇപ്പോൾ ഇവിടെ വിവാഹത്തിൻ്റെ 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ ദമ്പതികളുമായിട്ട് എനിക്കുള്ളൂ. എൻ്റെ മകൾ ദിവ്യ, ഇവരുടെ മകൻ ലിജോയുമായിട്ടുള്ള വിവാഹം കൊരട്ടി സെൻറ് മേരീസ് ഫോറനപ്പള്ളി കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിലെ അൾത്താറിൽ വെച്ച് ഉദാശ ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു പരിചയം മാത്രം. സത്യത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് ഇപ്പോൾ സംബന്ധിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. Each time I think of you. ഫിലിപ്പീൻസ് 1:3 വാക്യങ്ങളാണ്. കാരണം ഓൾറെഡി സിജി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ചെറുപ്പകാലം ഇത്ര മനോഹരമായി ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റണത് ഈ ഒരു വലിയൊരു ദമ്പതികളുടെ പ്രസൻസ് കാരണമാണ്. ഞങ്ങളുടെ ഓർമ്മയിലുള്ള ആ ഒരു റിച്ചസ് ഇവിടെ വരാനായിട്ടും കുറേ ദിവസം ഇവിടെ ചെലവഴിക്കാനായി പരപ്പുര പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു വലിയ കൊതിയും ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഏറ്റവും വളരെ മനോഹരമായിട്ട് ഇവർ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചു. അത് ഞാൻ കൂടുതൽ നന്ദിയോടെ ഓർക്കുന്നത് ഇപ്പോഴാണ്. കാരണം ചെറുതായിരുന്നപ്പോൾ ഞങ്ങളത് കളിച്ച് നടന്നു മറന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നത്. അപ്പോൾ ഒരുപാട് ദൈവത്തോട് നന്ദിയുണ്ട്. ഇവരെ നല്ല ആരോഗ്യവും സ്നേഹവും കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അയൽക്കാരൻ കൂടിയായ ആൻസർ കോഴിക്കാടച്ചന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ജോലിയിൽ പങ്കെടുക്കാനെത്തിയ ശീലുവച്ചൻ, ജോർജ് മംഗലച്ചൻ എന്നീ രണ്ടുപേരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ.
തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ